ഹായ്, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മളെ വേദനിപ്പിച്ചവരോട് നമുക്കുണ്ടായിരിക്കേണ്ട മനോഭാവം എന്താണ്? അതാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എൻ്റെ പേര് നസീമ ഷാഫി, ലൈഫ് കോച്ച്. ജീവിതത്തിൽ നമ്മെ പല ആളുകളും പല രീതിയിലും വേദനിപ്പിച്ചിട്ടുണ്ടാവാം. ചിലർ നമ്മെ കുറ്റപ്പെടുത്തിയിട്ടുണ്ടാവാം, ശാരീരികമായിട്ട് ഉപദ്രവിച്ചിട്ടുണ്ടാവാം, മാനസികമായിട്ട് ഉപദ്രവിച്ചിട്ടുണ്ടാവാം. അങ്ങനെ പലരിൽ നിന്നും നമുക്ക് വേദനകൾ ലഭിച്ചിട്ടുണ്ടാവാം. ഇവരോടൊക്കെ നമുക്കുണ്ടായിരിക്കേണ്ട മനോഭാവം എന്താണ്? അതേക്കുറിച്ചിട്ടാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഈ നമ്മെ ഉപദ്രവിച്ചവരോടുള്ള ദേഷ്യവും പകയും കാരണം നമുക്ക് തന്നെ സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലൂടെ ആയിരിക്കും നമ്മൾ കടന്നു പോകുന്നത്. അത്രമാത്രം വേദനകളും പരിഹാസങ്ങളും ഉപദ്രവങ്ങളും നമുക്ക് ഇവരിൽ നിന്നും നേരിട്ടിട്ടുണ്ടാവാം. അതുകൊണ്ടായിരിക്കണം നമ്മൾ ഈ രീതിയിൽ അവരോട് വെറുപ്പും വിദ്വേഷവും മനസ്സിൽ വെച്ചിട്ട് അവരൊരിക്കൽ പോലും നന്നാവരുത് എന്ന് നമ്മൾ കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ടുണ്ടാവാം, അല്ലേ? അത്രയും വേദന തന്നാൽ നമുക്കേ അറിയുള്ളൂ എത്രത്തോളം നമ്മൾ വേദനിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ് നമ്മളിങ്ങനെ ഇത്രയും അവരെ നമ്മൾ ഭയങ്കരമായിട്ട് അവരെ ശപിച്ചുകൊണ്ട് അവർക്കെതിരെ പ്രാർത്ഥിക്കുന്നത് എന്താണെന്ന്. അത്രയും വേദന നമ്മൾ സഹിച്ചിട്ടുണ്ടാവണം. അവർ കാരണമാണ് എനിക്കെൻ്റെ ജീവിതം നഷ്ടപ്പെട്ടത്, എൻ്റെ സന്തോഷം നഷ്ടപ്പെട്ടത്, എനിക്കിന്ന് എവിടെയും എത്തിച്ചേരാൻ പറ്റാത്തതും അവർ കാരണമാണ് എന്നെല്ലാം പറഞ്ഞ് നമ്മൾ 24 മണിക്കൂറും അവരെ ശപിച്ച് അവരോടുള്ള പകയും ദേഷ്യവും മനസ്സിൽ സൂക്ഷിച്ച് നമ്മൾ തന്നെ അല്ലാണ്ടായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഉപദ്രവിച്ചവരുടെ കൂട്ടത്തിൽ നമുക്ക് പ്രിയപ്പെട്ടവരെല്ലാം ഉണ്ടായിരിക്കാം. ചിലപ്പോൾ നമ്മുടെ ഉമ്മയാവാം, ഉപ്പയാവാം, നമ്മുടെ ബന്ധുക്കളാവാം. ഇനി മാരീഡ് ആയിട്ടുള്ള ആളുകളാണെങ്കിൽ അവരുടെ ഇൻലോസ് ആവാം, അയൽവാസികളാവാം. അങ്ങനെ ഒരുപാട് പേര് ഈ ഒരു നിരയിൽ ഉണ്ടായിരിക്കാം. ചിലപ്പോൾ 10-20 വർഷങ്ങൾക്ക് മുമ്പേ ഉള്ള കാര്യങ്ങളായിരിക്കും ഇത്. 10-20 വർഷങ്ങൾക്ക് മുമ്പേ നടന്ന കാര്യങ്ങൾ ഇന്നും ആ ചെയ്തവരതെല്ലാം മറന്നിട്ടുണ്ടാവാം. പക്ഷേ നമ്മുടെ മനസ്സിൽ ഇന്നും അത് ഇന്നലെ കഴിഞ്ഞ രീതിയിൽ, കാരണം അത്രയും വിഷമങ്ങൾ, അത്രയും പ്രയാസങ്ങളായിരിക്കും നമുക്ക് ലഭിച്ചിട്ടുണ്ടാവുക. അപ്പോൾ ആ കാര്യങ്ങൾ ഇന്ന് കഴിഞ്ഞ പോലെയായിരിക്കും നമ്മളെ മനസ്സിൽ എപ്പോഴും നിലനിൽക്കുന്നത്. ഇത് നമ്മുടെ ഹെൽത്തിനെ, അനാരോഗ്യപരമായിട്ട് നമ്മുടെ ഹെൽത്തിനെ ബാധിക്കും. ഇത് നമ്മുടെ ഫിനാൻഷ്യൽ കാര്യങ്ങളെ ബാധിക്കും. മൊത്തത്തിൽ ഇത് നമ്മൾ ജീവിക്കുന്ന എല്ലാ ഏരിയയിലും നമ്മളെ നെഗറ്റീവായിട്ട് തന്നെ ബാധിക്കുകയുള്ളൂ. ഈ ഉപദ്രവിച്ചവരെ ഇങ്ങനെ നമ്മൾ പ്രാഗി അവർക്കെതിരെ പ്രാർത്ഥിച്ചിട്ട് നമുക്ക് എന്തെങ്കിലും കിട്ടാനുണ്ടോ? ഇല്ല. നമ്മൾ വീണ്ടും നെഗറ്റീവിലോട്ട് പോവുകയാണ് എന്നല്ലാണ്ട് ഇവരെ ഈ രീതിയിൽ നമ്മൾ പറഞ്ഞിട്ടോ പ്രയാസങ്ങൾ തന്നിട്ടുണ്ടാവും, ശരിയാണ്. പക്ഷേ ഇവർക്കെതിരെ പ്രാർത്ഥിച്ചിട്ടോ നമ്മളോട് തന്നെയാണ് തെറ്റ് ചെയ്യുന്നത്. നമ്മളെ തന്നെയാണ് നമ്മൾ ശിക്ഷിക്കുന്നത്. നമുക്ക് തന്നെയാണ് നമ്മൾ മനസ്സമാധാനവും സന്തോഷവും നൽകാത്തത്. അതായത് ഇവരോടൊക്കെയുള്ള ദേഷ്യവും പകയും കാരണം നമുക്ക് തന്നെ നന്നായിട്ട് സന്തോഷിക്കാൻ പറ്റാത്ത ഒരവസ്ഥ. ഇത് എല്ലാവർക്കും പറഞ്ഞാൽ മനസ്സിലാവില്ല. ഈ സാഹചര്യങ്ങളുടെ എല്ലാം കടന്നു വന്നവർക്ക് ഇത് എത്രത്തോളം ആപത്തായിട്ടുള്ള, എത്രത്തോളം നമ്മളെ വിഷമിപ്പിക്കുന്ന കാര്യമാണ് ഇതെന്ന് മനസ്സിലാവുകയുള്ളൂ. ഇത്തരം സാഹചര്യങ്ങളിൽ നമ്മുടെ വിജയത്തിനായിട്ട്, നമ്മുടെ സന്തോഷത്തിനായിട്ട്, നമ്മുടെ നന്മക്കായിട്ട് നമുക്ക് നമ്മോട് ചെയ്യാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവർക്കെല്ലാം ഫൊർഗീവ് ചെയ്ത് കൊടുക്കുക, ഇവർക്കെല്ലാം മാപ്പ് കൊടുക്കുക. നമുക്കൊരിക്കലും പറ്റാത്ത കാര്യമാണെന്നറിയാം. നമ്മുടെ മനസ്സ് ഇവർക്ക് മാപ്പ് കൊടുക്കും തോറും നമ്മുടെ മനസ്സ് എന്തൊക്കെയോ ആയി മാറും. എന്നാലും സാരമില്ല. നമ്മുടെ സമാധാനത്തിന്, നമ്മുടെ സന്തോഷത്തിന്, നമ്മുടെ നന്മയ്ക്ക്, നമ്മുടെ മക്കളുടെ നന്മയ്ക്ക്, നമ്മുടെ കുടുംബത്തിൻ്റെ, നമ്മുടെ ഭർത്താവിൻ്റെ, നമ്മുടെ ഭാര്യയുടെ നന്മയ്ക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇവർക്ക്, ഈ ഉപദ്രവിച്ചവർക്കെല്ലാം മാപ്പ് കൊടുക്കുക. സത്യസന്ധമായിട്ട് മനസ്സറിഞ്ഞ് നമുക്ക് അവരെ അനുഗ്രഹിച്ചിട്ട് അവർക്ക് മാപ്പ് കൊടുക്കാം. എങ്കിലേ നമ്മളും ശരിയാവുകയുള്ളൂ. അതായത് ഇവർക്ക് മാപ്പ് കൊടുക്കുന്നതിലൂടെ നമുക്ക് തന്നെ ഒരു ഗിഫ്റ്റാണ് തരുന്നത്. അതായത് നമുക്ക് സന്തോഷിക്കാനും നമ്മുടെ സമാധാനപരമായ ജീവിതത്തിലോട്ട് നമ്മെ എത്തിക്കാനുമുള്ള ഒരു ഗിഫ്റ്റ് നമുക്ക് തന്നെ നൽകുകയാണ് എന്നുള്ളത് ചിന്തിക്കുക. നമുക്ക് തന്നെ നൽകുകയാണ് എന്നുള്ളത് ചിന്തിച്ചാൽ മതി. ഈ പകയും ദേഷ്യവും നമ്മുടെ മനസ്സിൽ കൊണ്ട് നടന്നാൽ നമ്മുടെ എനർജി ലോ ആവും. നമുക്കൊന്നിനും താല്പര്യമില്ലാതാവും. ഒരു കാര്യങ്ങളും ചെയ്യാൻ വെറും മടിച്ചികളായിട്ട്, വെറും എന്തോ ഭയങ്കര സ്ട്രെസ്സോ
അല്ലെങ്കിൽ എന്തോ അസുഖമുള്ള ആളുകളെ പോലെയായിരിക്കും നമ്മൾ ബിഹേവ് ചെയ്യുക. ഈ പകയും വിദ്വേഷവും എല്ലാം മനസ്സിൽ കിടന്നിട്ട് നമുക്ക് തന്നെ സന്തോഷിക്കാൻ പറ്റാത്ത ഒരവസ്ഥ. നമ്മളിങ്ങനെ രാവിലെ എഴുന്നേൽക്കും, എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്യും, രാത്രി പിന്നെയും ഉറങ്ങും. ഈ ഉറങ്ങുന്നതിനും എഴുന്നേൽക്കുന്നതിനും ഇടയിൽ ഒരു 100 പ്രാവശ്യം അവർ നമ്മളെ പ്രാകുന്നുണ്ടാകാം. അതൊക്കെ കാരണം കൊണ്ടായിരിക്കാം നമുക്ക് തന്നെ നല്ല രീതിയിൽ ജീവിക്കാൻ പറ്റാത്തത്. അപ്പോൾ എനിക്ക് എൻ്റെ പ്രിയപ്പെട്ടവരോട്, ഈ വീഡിയോ കാണുന്നവരോട് പറയാനുള്ളത്, നമ്മെ എത്ര വേദനിപ്പിച്ചവരായിക്കൊള്ളട്ടെ, അവർക്കെല്ലാം നമ്മൾ മാപ്പ് കൊടുക്കുക. അവരെ എല്ലാം നമ്മൾ അനുഗ്രഹിക്കുക. അവരുടെ ജീവിതത്തിൽ നല്ലത് വരട്ടെ, നന്മകൾ ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞ് അവരെ നന്നായിട്ട് അനുഗ്രഹിക്കുക. അവർ നമ്മളോട് ചെയ്തിട്ടുള്ള കാര്യങ്ങൾക്ക് മനസ്സറിഞ്ഞ് നമുക്ക് അവർക്ക് മാപ്പ് കൊടുക്കാം. നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, എനിക്കും ഇതെല്ലാം പറയാൻ ഭയങ്കര എളുപ്പമാണല്ലോ, നിങ്ങളതൊന്നും അനുഭവിച്ചിട്ടില്ലല്ലോ എന്നൊക്കെ. ഞാനും ഇതുപോലെ എൻ്റെ ജീവിതത്തിൽ പല കാര്യങ്ങളുടെയും പല അവസ്ഥകളിലൂടെയും കടന്നു വന്ന ഒരാൾ തന്നെയാണ്. ഒരിക്കലും പുറത്തു കൊടുക്കാൻ പറ്റാത്ത പല തെറ്റുകളും പലരും എന്നോട് ചെയ്തിട്ടുണ്ട്. നമുക്ക് പോലും വിശ്വാസം വരാത്ത പല കാര്യങ്ങളും എൻ്റെ ജീവിതത്തിൽ നടന്നിട്ടുണ്ട്. ഞാനും നിങ്ങളെപ്പോലെ തന്നെയായിരുന്നു. ഇതുപോലെ എന്നോട് ചെയ്തവരെ ഞാൻ പ്രാഗിയിട്ടുണ്ട്. അവരൊരിക്കലും നന്നാവരുതേ എന്ന് ഞാൻ പടച്ചവനോട് കൈകൾ ഉയർത്തി പ്രാർത്ഥിച്ചിട്ടുണ്ട്. പക്ഷേ ആ പ്രാർത്ഥനകളുടെ ഒന്നും നമുക്കൊന്നും കിട്ടില്ല എന്ന് മനസ്സിലായി. നമ്മളോട് ചെയ്യുന്ന തെറ്റ് തന്നെയാണ് അത് എന്ന് മനസ്സിലായി ആ നിമിഷം മുതൽ ഞാൻ ഇവരെ എല്ലാം അനുഗ്രഹിക്കാൻ തുടങ്ങി. ഇവർക്കെല്ലാം പുറത്തു കൊടുക്കാൻ തുടങ്ങി. മനസ്സറിഞ്ഞ് ഞാൻ പുറത്തു കൊടുത്തു. അപ്പോഴാണ് എൻ്റെ ലൈഫിൽ എനിക്ക് ഹാപ്പിനെസ് കണ്ടെത്താൻ പറ്റിയത്. ഇവർ ചെയ്ത കാര്യങ്ങൾക്കൊക്കെ ഇവർക്ക് ഒരിക്കലും സമാധാനം കിട്ടരുത്, ഇവരൊരിക്കലും സന്തോഷിക്കരുത് എന്നെല്ലാം നമ്മൾ പറയും. ഞാനും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അപ്പം നമ്മളോട് തന്നെയാണ് അവിടെ തെറ്റ് ചെയ്യുന്നത്, നമ്മളെ തന്നെയാണ് നമ്മൾ ശപിക്കുന്നത് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. ഇങ്ങനെ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ വെറുപ്പും വിദ്വേഷവും വെച്ചിട്ട് നമുക്ക് എങ്ങനെ നല്ല മനുഷ്യരാവാൻ പറ്റുക? എങ്ങനെ നമുക്ക് നന്മ ചെയ്യാൻ പറ്റുന്നത്? ഒരിക്കലുമില്ല. എന്നെ ഉപദ്രവിച്ചവരോട്, എന്നെ പരീക്ഷിച്ചവരോട് ഞാനും ഇതുപോലെ തന്നെയായിരുന്നു പെരുമാറിയിരുന്നത്. ഒരിക്കലും അവർക്ക് മനസ്സിൽ ഒരു നന്മയും അവർക്ക് വരരുത്, അവർക്ക് എന്നും കഷ്ടകാലം വന്നാൽ മതിയെന്ന് ഞാനും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന സമയത്തൊക്കെ എനിക്കും സന്തോഷിക്കാൻ സാധിച്ചിരുന്നില്ല, എനിക്കും നല്ല ജീവിതം ഉണ്ടായിരുന്നില്ല. ഇങ്ങനെ ഇവരെ പ്രാഗിയിരുന്ന സമയത്ത്, ഇവർക്ക് തിന്മ വരട്ടെ എന്ന് പറഞ്ഞ സമയത്ത് എനിക്കും നല്ല രീതിയിലൊരു ജീവിതം ജീവിക്കാൻ സാധിച്ചിരുന്നില്ല. എന്തൊക്കെയോ ബ്ലോക്കുകൾ എവിടെയൊക്കെയോ എപ്പോഴും എന്നെ അലട്ടിയിരുന്നു. ഇനി ഇവരോട് നമ്മൾ പുറത്ത് കൊടുക്കുന്നുണ്ട്, ഇവർക്ക് നല്ലത് വരട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. അതിനർത്ഥം 24 മണിക്കൂറും 24 മണിക്കൂറും ഈ ആളുകളോട് സഹകരിക്കണം എന്നല്ല. അത്രയും നെഗറ്റീവായിട്ടുള്ള ആളുകളാണെങ്കിൽ അവരോട് നമുക്ക് ഒരിക്കലും സഹകരിക്കാൻ പറ്റില്ല. അത് ശരിയായിട്ടുള്ള കാര്യമാണ്. ഇവരോടൊക്കെ നമ്മൾ പിണക്കമില്ലാതെ ജസ്റ്റ് ഒരു ഹലോ ഹായ് അത്രയും മതി. നമ്മൾ ഇവരോട് വീണ്ടും നമ്മൾ അടുക്കാൻ പോയി കഴിഞ്ഞാൽ, ഇവരെ നമ്മളെ ജീവിതത്തിലോട്ട് വീണ്ടും നമ്മൾ ക്ഷണിച്ചു കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ പഴയ സ്ഥിതിയിലോട്ട് തന്നെ ആവാം. കാരണം അത്രയും നെഗറ്റീവായിട്ടുള്ള ആളുകളായിരിക്കും ഇവർ. നെഗറ്റീവായിട്ടുള്ള ആളുകളുടെ കൂടെ വീണ്ടും നമ്മൾ കൂടിക്കഴിഞ്ഞാൽ നമ്മളും നെഗറ്റീവായി മാറാനേ സാധ്യതയുള്ളൂ. കാരണം ഇവരുമായിട്ട് വീണ്ടും നമ്മൾ സഹകരിക്കാൻ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഉള്ള സ്വസ്ഥതയും സമാധാനവും പോവും. അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. ഇവർ നമ്മളോട് എങ്ങനെയാണോ പെരുമാറുന്നത് അതുപോലെ നമ്മൾ അവരോട് തിരിച്ച് പെരുമാറേണ്ടതില്ല. ഇവരിനിപ്പോൾ എന്ത് തന്നെ നമ്മളെടുത്ത് ചെയ്ത് കഴിഞ്ഞാലും അത് ആ രീതിയിൽ നമ്മൾ എടുക്കുക. അപ്പം ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത്തരത്തിൽ നമ്മളെ ഉപദ്രവിച്ചവരോട് ക്ഷമിക്കുന്നതിലൂടെ നമ്മൾ നമുക്ക് തന്നെ ഒരു നല്ലൊരു ഗിഫ്റ്റാണ് നൽകുന്നത്. നല്ലൊരു സന്തോഷത്തോടെയുള്ളൊരു ജീവിതമാണ് നമ്മൾ നമുക്ക് തന്നെ ഗിഫ്റ്റായിട്ട് നൽകുന്നത്. ഈ ക്ഷമിച്ചു കൊടുക്കുന്നതിലൂടെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നേടാൻ വേണ്ടിയിട്ട് പറ്റും. നമ്മളിപ്പോഴും ക്ഷമിച്ചു കൊടുക്കാതെ ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ നമ്മളിപ്പോഴും ആ പാസ്റ്റിൽ ഇങ്ങനെ സ്റ്റക്കായി പോയിരിക്കും. നേരത്തെ പറഞ്ഞല്ലോ, ഒരു 10-20 വർഷങ്ങൾക്ക് മുമ്പേ നടന്ന സംഭവമാകാം. അപ്പം നമ്മൾ ഇവരോട് ഇപ്പോഴും ആ പക മനസ്സിൽ സൂക്ഷിക്കുന്നതിന് അർത്ഥം നമ്മൾ 10-20 വർഷം മുമ്പ് ആ പാസ്റ്റിൽ നമ്മളവിടെ സ്റ്റക്കായിരുന്നു എന്നതാണ്. ഒരിക്കലും നമ്മൾ പാസ്റ്റിലല്ല ജീവിക്കേണ്ടത്. ഈ പ്രസൻറ്റ് മൊമെൻറ്റിൽ, ഈ പ്രസൻറ്റിൻ്റെ സന്തോഷം കണ്ടെത്തി ഈ പ്രസൻറ്റ് മൊമെൻറ്റിലാണ് നമ്മൾ ജീവിക്കേണ്ടത്. പാസ്റ്റിന് നമുക്ക് അവിടെ ഒഴിവാക്കാം. പാസ്റ്റ് കൊണ്ട് നമുക്ക് ജീവിതത്തിലോട്ട് ഒന്നും ഇനി നേടാൻ പറ്റില്ല. അത് കഴിഞ്ഞു, അത് കഴിഞ്ഞ കാലമാണ് എന്നത് നമ്മൾ മനസ്സിലാക്കിയേ പറ്റൂ. അതുകൊണ്ട് എല്ലാവരും ഈ ഒരു പ്രസൻറ്റ് മൊമെൻറ്റിലോട്ട് വരിക. പ്രസൻറ്റ് മൊമെൻറ്റിൽ
സന്തോഷങ്ങൾ നന്നായിട്ട് ആസ്വദിച്ച് നമ്മൾ മൈൻഡ്ഫുൾനെസ് ആയിട്ട് ജീവിക്കുക. അതിന് നമ്മൾ ചെയ്യേണ്ട കാര്യം ഈ രീതിയിലുള്ളവരോട്, നമ്മളെ വേദനിപ്പിച്ചവരോട്, നമ്മെ ഉപദ്രവിച്ചവരോട്, ഇവരോടെല്ലാം നമ്മൾ മനസ്സറിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യണം? അവർക്ക് മാപ്പ് കൊടുക്കണം. അവർക്ക് മനസ്സറിഞ്ഞ് നമ്മൾ മാപ്പ് കൊടുക്കണം. അവരെ നമ്മൾ എപ്പോഴും അനുഗ്രഹിക്കണം. പിന്നെ ചില ആളുകളോടെല്ലാം നമ്മോട് മോശമായി പെരുമാറുമ്പോൾ സഹികെട്ട് നമ്മളും തിരിച്ചെന്തെങ്കിലും പ്രതികരിച്ചിട്ടുണ്ടാവാം. ശരിയല്ലേ? അത്രയും സഹിച്ച് നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത അവസ്ഥ വരുമ്പോൾ നമ്മളും അവരോട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടാവാം തിരിച്ച്. അപ്പം അതിനും നമുക്ക് അവരോട് നേരിട്ട് പോയി മാപ്പ് പറയാൻ പറ്റില്ലെങ്കിൽ നമ്മൾ ദൈവത്തോട് ഇങ്ങനെ എൻ്റെ ഭാഗത്തുനിന്ന് പറ്റിപ്പോയി, ദൈവമേ എനിക്ക് ഞാൻ ചെയ്ത തെറ്റിന് മാപ്പ് തരണേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. എന്തായാലും ഈ കാര്യങ്ങളെല്ലാം ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിന് സമാധാനവും സന്തോഷവും വരികയും നമ്മൾ കൂടുതൽ പോസിറ്റീവായി മാറാൻ തുടങ്ങുകയും നല്ലൊരു ലൈഫിലോട്ട് നമ്മൾ എത്താൻ വേണ്ടിയിട്ട് കാരണമാവുകയും ചെയ്യും. അപ്പം ഇന്നു മുതൽ എല്ലാവരും നിങ്ങളോട് ഇതുവരെ നിങ്ങൾ ഉപദ്രവിച്ചവരോ, നിങ്ങളെ പരാതി പറഞ്ഞ് മാറ്റി നിർത്തിയവരോ, നിങ്ങളെ പല രീതിയിൽ വിഷമിപ്പിച്ചവരോ ഉണ്ടെങ്കിൽ അവരോടെല്ലാം മനസ്സറിഞ്ഞ് ഹൃദയത്തിൽ തൊട്ട് മാപ്പ് പറയുക. നിങ്ങളെ വിഷമിപ്പിച്ചവരോട്, നിങ്ങളെ വേദനിപ്പിച്ചവരോട് ഇതുവരെ നിങ്ങൾ അവർക്ക് മാപ്പ് കൊടുത്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ കാണുന്ന നിമിഷം മുതൽ നിങ്ങൾ അതിനു വേണ്ടിയിട്ട് ശ്രമിക്കുക. അവരെ മനസ്സറിഞ്ഞ് അനുഗ്രഹിക്കുക, മനസ്സറിഞ്ഞ് അവർക്ക് മാപ്പ് കൊടുക്കുക. ഇത് എന്തിനു വേണ്ടിയാണ്? അവരുടെ ലൈഫ് നന്നാക്കിയെടുക്കണം എന്നുള്ള ഉദ്ദേശത്തിലല്ല, നമ്മുടെ ലൈഫ് നന്നാക്കിയെടുക്കണം. ഈ ലോകത്ത് നമുക്ക് മാറ്റാൻ പറ്റുന്ന ആളുകളെ മാറ്റാൻ പറ്റുള്ളൂ. ഓക്കെ? നമ്മൾ ഇനിയും ആ വ്യക്തികൾ പോയി നിങ്ങൾ നന്നാവാൻ വേണ്ടിയിട്ട് അവർക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് അവരെ നന്നാക്കിയെടുക്കേണ്ട ബാധ്യത നമുക്കില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. അവരെ നന്നാവുകയോ നന്നാവാതിരിക്കുകയോ അത് അവരുടെ ചോയ്സ്. നമുക്ക് നമ്മുടെ ബെറ്റർ ലൈഫിലോട്ട് വേണ്ടിയിട്ടാണ് പറയുന്നത്. ഇവർക്ക് മാപ്പ് കൊടുത്തേ പറ്റൂ. മനസ്സറിഞ്ഞ് മാപ്പ് കൊടുക്കുക. ഇവ ഇന്ന് മാപ്പ് കൊടുത്തു എന്നിട്ട് നാളെ പിന്നെയും അവരെ ഒന്നും കൂടെ പ്രാഗി പറഞ്ഞു, ആ രീതിയിലല്ല. കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് അവരോട് ക്ഷമിക്കാനും അവർക്ക് മാപ്പ് കൊടുക്കാനും വേണ്ടിയിട്ട് കഴിയുന്നത് എപ്പോഴാണോ അപ്പോഴായിരിക്കും നമ്മുടെ ലൈഫ് ചേഞ്ച് ആവാൻ തുടങ്ങുക. ഇത് സത്യമായിട്ടുള്ള കാര്യമാണ്, ഞാൻ അനുഭവിച്ച കാര്യമാണ്. നിങ്ങൾക്കും ഇത് പകർത്തി നോക്കാം. ഓക്കെ, മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ വരുന്നതായിരിക്കും. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ഓക്കെ, അടുത്ത വീഡിയോയുമായിട്ട് കാണാം. See you soon. Bye.